Damn Sure Expert Bill Care. ഡാം ഷുർ ടി വിയുടെ ടെക് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഏതാനും എപ്പിസോഡുകളായിട്ട് കൺസ്ട്രക്ഷൻ കെമിക്കലുകളെക്കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ റീസെൻറ്റ് എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻട്രൊഡക്ഷൻ ടു വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള ഒരു സെക്ഷനെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ആണ്. പ്രധാനമായിട്ടും വാട്ടർ പ്രൂഫിങ്ങിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് യൂസ്ഡ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പർപ്പസ്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലൊക്കേഷനാണ്. എഗെയിൻ നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലൊക്കേഷനെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. എബോവ് ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങും ബിലോ ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങും. എബോവ് ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൗണ്ട് ലെവലിന് മുകളിലായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിനെയാണ് നമ്മൾ എബോവ് ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങിൽ കാണുന്നത്. എബോവ് ഗ്രേഡിൽ തന്നെ നമുക്ക് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും നിരവധി വാട്ടർ പ്രൂഫിംഗ് മേഖലകൾ വരുന്നുണ്ട്. ഇൻറ്റേർണലായിട്ട് നമുക്ക് ടോയ്ലറ്റുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ വെറ്റ് ഏരിയാസ്, നമ്മുടെ കിച്ചൺ ഏരിയകൾ വരുന്നുണ്ട്. നമ്മളൊരു എക്സ്റ്റേണലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റൂഫുകൾ, ബാൽക്കണികൾ തുടങ്ങിയവയെല്ലാം വരുന്നുണ്ട്. ഇനി ഒരു ബിലോ ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് ഉള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുക. ഒരു ബിലോ ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങിൽ നമ്മൾ പറയുമ്പോൾ ഒരു സബ് സ്ട്രക്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതിൽ വരുന്നത് നമ്മുടെ ഫൗണ്ടേഷനുകൾ, ഒരു സെല്ലാർ ഏരിയകൾ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകൾ തുടങ്ങിയവയാണ്. അടുത്തതായി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് വാട്ടർ പ്രൂഫിങ് സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ ഏത് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രധാനമായും ഒരു മെറ്റീരിയലിന് ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പം അതിനെ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ബിറ്റുമിനസ് ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്, പോളിയൂറിത്തീൻ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്, അക്രിലിക് ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്, അതുപോലെ തന്നെ സിമൻറ്റീഷ്യസ് ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് തുടങ്ങിയവയാണ്. ആദ്യമായിട്ട് ബിറ്റുമിനസ് ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ്. നമ്മൾ ഹിസ്റ്ററി ഓഫ് വാട്ടർ പ്രൂഫിംഗ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ബിറ്റുമിനസ് ആയിട്ടുള്ള എമൽഷനുകളുടെ പെർഫെക്റ്റ് ചെയ്യപ്പെട്ടതാണ് നമ്മളുടെ വാട്ടർ പ്രൂഫിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏഡ് എന്ന് പറഞ്ഞു. അതെ, ഇപ്പോഴും ഏറ്റവും നല്ല വാട്ടർ പ്രൂഫിങ്ങിലുള്ള മെറ്റീരിയലാണ് ബിറ്റുമിനസ് ബേസ്ഡ് ആയിട്ടുള്ള എമൽഷനുകൾ. പക്ഷേ അത് ഒരു ബിലോ ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങിലേക്ക് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബിറ്റുമിനസ് ആയിട്ടുള്ള മെറ്റീരിയൽ UV റെസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിറ്റുമിൻ എമൽഷൻസ് ആവട്ടെ, APB ഷീറ്റ് മെംബ്രെയിൻസ് ആവട്ടെ തുടങ്ങിയവ നമുക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാത്ത ഏരിയകളിലേക്ക്, അതായത് ബിലോ ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. മെറ്റീരിയൽ ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പോളിയൂറിത്തീൻ എന്ന് പറയുന്നത്. നമ്മുടെ ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ വീല് തൊട്ട് നമ്മളുടെ കട്ടിലിൻ്റെ ഫോം വരെ പോളിയൂറിത്തീൻ്റെ പല വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഫോമുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഒരു വേഴ്സറ്റിലിറ്റി റേഞ്ച് എന്തുമാത്രമാണെന്നുള്ളത്. നമ്മൾ പോളിയൂറിത്തീൻ്റെ മെംബ്രെയിനുകളെ കുറിച്ച് പറയുമ്പോൾ അതിന് ഹൈലി UV റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ റിഡക്ഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ക്രാക്ക് ബ്രിഡ്ജിങ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വേറെ പ്രത്യേകത. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്പോസ്ഡ് ഏരിയയിലേക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പോളിയൂറിത്തീൻ ബേസ്ഡ് ആയിട്ടുള്ള കോട്ടിങ്ങുകൾ അല്ലെങ്കിൽ മെംബ്രെയിനുകളാണ്. മോഡേൺ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലുകൾ വളരെ പോപ്പുലാരിറ്റി ഉള്ളതും ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളതും വെറ്റ് ഏരിയകളിലേക്ക് ഡിസൈൻ ചെയ്യപ്പെട്ടുമായുള്ള മെറ്റീരിയലാണ് അക്രിലിക് എന്ന് പറയുന്നത്. അക്രിലിക്കിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞത് തന്നെ ഏറ്റവും കൂടുതലും വെറ്റ് ഏരിയകളിലേക്ക് നമുക്ക് വളരെ ഡ്യൂറബിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ ഏറെ കാലത്തേക്ക് നമുക്ക് പേടി കൂടാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ബേസിൽ കാണുന്ന വാട്ടർ പ്രൂഫിംഗ് ആണ് സിമൻറ്റീഷ്യസ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു മെംബ്രെയിൻ സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരു പ്രൈമർ കോട്ടിംഗ് ആയിട്ടാണ് നമുക്കിതിനെ പ്രധാനമായും കൊടുക്കാൻ പറ്റുക. SBR ലാറ്റക്സ് മുതലായ നമ്മുടെ അഡ്മിക്സറുകൾ ഉപയോഗിച്ച് സിമൻറ്റ് ഗ്രൗട്ടുകൾ ഉണ്ടാക്കി അത് നമുക്ക് സർഫസ് പ്രിപ്പയർ ചെയ്യാനും അതിനൊരു കുറേ കൂടെ ബോണ്ടിങ് കൊടുക്കാനും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ടർ പ്രൂഫിംഗ് ടെക്നിക്കാണ് ഈ സിമൻറ്റീഷ്യസ് ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ കാറ്റഗറൈസേഷൻ ഓഫ് വാട്ടർ പ്രൂഫിംഗ് ബേസ്ഡ് ഓൺ പർപ്പസ്. ഇതിനെ നമുക്ക് പിന്നെയും മൂന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട്
waterproofing of structural members, waterproofing of substructures, waterproofing of superstructures. ഓക്കെ, പർപ്പസിൻ്റെ ബേസിൽ നമ്മൾ ഒരു സ്ട്രക്ചറൽ മെമ്പേഴ്സിനെ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കി, അല്ലെങ്കിൽ ക്രാക്കുകൾ ഉണ്ടെങ്കിൽ ആ ക്രാക്കുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതൊരു സ്ട്രക്ചറൽ ക്രാക്ക് ആണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നോൺ സ്ട്രക്ചറൽ ക്രാക്ക് ആണോ വന്നിരിക്കുന്നത് എന്ന് നോക്കി നമ്മൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ചെയ്യുന്ന അല്ലെങ്കിൽ അതോട് കൂടെ ചെയ്യുന്ന വാട്ടർ പ്രൂഫിംഗ് ആണ് സ്ട്രക്ചറൽ വാട്ടർ പ്രൂഫിങ്ങിൽ പ്രധാനമായും വരിക. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കൊരു സെഷനായിട്ട് തന്നെ നമുക്കിത് ഒരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് എബോ ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്. എബോ ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങിൽ ഒരു സൂപ്പർ സ്ട്രക്ചറിൽ വരാവുന്ന എല്ലാ വാട്ടർ പ്രൂഫിങ്ങുകളും ഉൾപ്പെടുന്നു. അടുത്തായിട്ട് ബിലോ ഗ്രേഡ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്. നമ്മുടെ ഫൗണ്ടേഷന്, റീറ്റെയിനിങ് വോളുകൾ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകൾ തുടങ്ങിയ എല്ലാമാണ് ഈ ഒരു സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ സബ്സ്ട്രക്ചർ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങിൽ വരിക. ബേസ്ഡ് ഓൺ പർപ്പസിൽ ഇങ്ങനെ 3 ആയിട്ടാണ് നമുക്ക് പ്രധാനമായും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. നാലാമതായി ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ പ്രൂഫിംഗ് ബേസ്ഡ് ഓൺ നേച്ചർ. ഇതിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻറ്റഗ്രൽ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്, എക്സ്റ്റേണൽ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്. ആദ്യമായി ഇൻറ്റഗ്രൽ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്. ഇൻറ്റഗ്രൽ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അറ്റ്മോസ്ഫിയറുകളുടെ സഹായത്തോടെ നമ്മൾ കോൺക്രീറ്റിങ്ങിന് ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ഒന്നിനെയാണ്. നമ്മൾ പ്രധാനമായും ഹൈ റേഞ്ച് വാട്ടർ റിഡ്യൂസേഴ്സ് ആയിട്ടുള്ള സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് അല്ലെങ്കിൽ വാട്ടർ റിഡ്യൂസേഴ്സ് മുതലായവ ഉപയോഗിച്ച് നമ്മുടെ കോൺക്രീറ്റിൽ ആഡ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ടിനെ കുറച്ചുകൊണ്ട് അതിൻ്റെ പോറോസിറ്റി ഡിക്രീസ് ചെയ്ത് ഒരു വാട്ടർ പ്രൂഫിംഗ് എബിലിറ്റി നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇൻറ്റഗ്രൽ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിങ്ങിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ക്രിസ്റ്റലൈൻ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് നമ്മൾ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ക്രിസ്റ്റലൈൻ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം എക്സ്റ്റേണൽ കോട്ടിങ്ങളായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ക്രിസ്റ്റലൈൻ മെറ്റീരിയലുകളുണ്ട്. ഇത് വെള്ളവുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഈ ക്രിസ്റ്റൽസ് ഗ്രോ ചെയ്യുകയും നമ്മുടെ പോറുകളെ അടച്ചു കളയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നമുക്കിത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഈ ഇൻറ്റഗ്രലായിട്ട് ഈ ക്രിസ്റ്റലൈൻ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇത് ക്രിസ്റ്റലൈൻ കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം എക്സ്റ്റേണൽ കോട്ടിങ്ങുകളായിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കാണപ്പെടാറുണ്ട്. രണ്ടാമതായിട്ട് എക്സ്റ്റേണൽ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്. ഇതിൽ പ്രധാനമായും വരുന്നത് ബാരിയർ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് അല്ലെങ്കിൽ മെംബ്രെയിൻ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ആണ്. നമുക്കൊരു വാറണ്ടി ബേസിൽ കൊടുക്കാൻ പറ്റിയ ഒരു വാട്ടർ പ്രൂഫിംഗ് ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ എക്സ്റ്റേണൽ ടൈപ്പ് ഓഫ് വാട്ടർ പ്രൂഫിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു എൻവയോൺമെൻറ്റിലായിട്ട് ഡയറക്റ്റ് ഇൻ കോൺടാക്റ്റിൽ വരുന്നത് ഇവയാണ്. പ്രധാനമായും ഏതൊക്കെയാണ് നമ്മുടെ ഒരു മെംബ്രെയിൻ ടെക്നിക്കുകളെന്ന് ചോദിച്ചാൽ APP മെംബ്രെയിൻ ഷീറ്റുകൾ വരാറുണ്ട്, കെമിക്കൽ സോഫ്റ്റ് മെംബ്രെയിൻ സിസ്റ്റംസ് വരാറുണ്ട്, അതുപോലെ തന്നെ മറ്റ് കോട്ടിങ്ങുകൾ വരാറുണ്ട്. മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മോഡേൺ വാട്ടർ പ്രൂഫിംഗ് ടെക്നിക്സ് ആണ് അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ടെക്നിക്കൽ സെഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ടെക്നിക്കൽ സെഷൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഐ എം എബിനോ ഇപ്പിൻ വർഗീസ്, സൈനിങ് ഓഫ് ഫ്രം ഡാംഷുർ TV. Damshur Expert Build Care.